പ്രൈസ് ദി ലോർഡ്. എന്നൊരു ദിവസം കാലം കൂടി ഒരുക്കി തന്ന ഈശോയെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇന്നൊരു ദിവസം കൂടി തമ്പുരാന്റെ വചനം പറയുവാനുള്ള കൃപ എനിക്ക് ഒരുക്കി തന്നതിന് ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ വചനത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളിലും ഈ വചനം ഏറ്റെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനം സങ്കീർത്തനം 55-ാം സങ്കീർത്തനം 16-17 തിരുവചനം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആമേൻ. നമ്മുടെ കർത്താവിനോട് നാം നമ്മുടെ സങ്കടങ്ങള് ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ, 3 നേരം ദൈവത്തിരുസന്നിധിയിൽ നാം എളിമയോടെ ഇരിക്കുമ്പോൾ, ദൈവത്തോട് യാചിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാതെ പോവുകയില്ല. നമ്മുടെ ദൈവം ഒരിക്കലും ഒരു ദുഷ്ടനല്ല. നമ്മുടെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നതിനാ. ചില വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ ദൈവത്തോട് നിലവിളിച്ച് പറയുമ്പോൾ നമ്മുടെ ദൈവം അത് കേട്ട് നമുക്കത് ചെയ്തു തരും. ചിലപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ഒരാളോടോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരോടോ നമ്മുടെ വിഷമങ്ങളെ പറയുമ്പോൾ അവർ ചിലപ്പോൾ അത് കേട്ട് മൈൻഡ് ചെയ്യാതെ പോകും. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പറയുന്നതൊന്നും നമ്മുടെ കർത്താവ് മറക്കുകയില്ല. നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. നമ്മുടെ ദൈവത്തെ നാം മുറുകെ പിടിക്കുക. എല്ലാ സങ്കടങ്ങളും, നമ്മുടെ ഏത് വിഷമങ്ങളാണെങ്കിലും ഏത് സന്തോഷമാണെങ്കിലും നമുക്ക് പറയാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ കർത്താവേ ഉള്ളൂ. ആ കർത്താവിനെ നാം അത്രയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ മതി. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തരട്ടെ. എല്ലാ മഹത്വം ദൈവത്തിന്. നന്ദി.